ഏവർക്കും സ്വാഗതം. മുഹമ്മദ് ഷിയാസ് എറണാകുളം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനാണ്. നാളിതുവരെ അദ്ദേഹത്തെക്കുറിച്ച് മോശമായ അഭിപ്രായങ്ങളൊന്നും ദൈവവിശ്വാസികൾക്ക് ഉണ്ടായിരുന്നില്ല. തികഞ്ഞ ഒരു മതേതര ജനാധിപത്യ സോഷ്യലിസ്റ്റ് വീക്ഷണമുള്ള ഒരു സംഘടനയുടെ നേതാവ് എന്ന നിലയിൽ തന്നെയാണ് പരിഗണിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു മതത്തോടോ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ തന്നെ മതത്തോട് പ്രത്യേകമായ ഒരു താല്പര്യം കാണിച്ചതായി ഞങ്ങളുടെ ബോധ്യത്തിലെത്തിയിട്ടില്ല. പക്ഷേ ഈ കഴിഞ്ഞ ദിവസം എറണാകുളത്തെ കടവന്തറ പരിസരത്ത് അദ്ദേഹം ഒരു പ്രതിഷേധ യോഗത്തിൽ ആശംസകൾ അർപ്പിച്ച് പ്രസംഗിക്കുകയുണ്ടായി. തികച്ചും ജനാധിപത്യ വിരുദ്ധവും ഒരുപക്ഷെ ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗത്തെ നശിപ്പിക്കണം എന്ന ലക്ഷ്യത്തോടുകൂടി ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ അന്തരാത്മാവിൽ ഒളിഞ്ഞു കിടന്ന ഏതെങ്കിലും തരത്തിലുള്ള വിഭാഗീയ വീക്ഷണത്തെ പുറത്തു കൊണ്ടുവരുന്ന തരത്തിലുള്ള ഒരു പ്രസ്താവന അവിടെ നടത്തുകയുണ്ടായി. വിഷയം മറ്റൊന്നുമല്ല, എറണാകുളം അങ്കമാലി അതിരൂപതയിൽ കുറേ പ്രശ്നങ്ങളുണ്ട്. വിശ്വാസികൾക്ക് വിരുദ്ധമായ നിലപാട് സ്വീകരിക്കുന്ന കുറേ തലതിരിഞ്ഞ പുരോഹിതന്മാർ അവരുടെ നക്കാപ്പിച്ചയുമായി സ്വീകരിച്ച് നടക്കുന്ന ചില ആത്മാരും അവർ ഉണ്ടാക്കി വയ്ക്കുന്ന ഗുണ്ടായുസത്തിനോ ക്രിമിനൽ നടപടികൾക്കോ എതിരെ സഭാധികാരി മേഖലകളിൽ നിന്ന് നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ടാവാം. അവർ പറയുന്നത് ക്രിമിനൽ ക്യൂരിയ എന്ന് വിളിക്കുന്നു എറണാകുളത്തെ ക്യൂരിയയെ. അല്ല, ഈ പറയുന്നവർ തന്നെ തെളിയിക്കട്ടെ എന്ത് ക്രിമിനൽ നടപടികളിലാണ് ഈ ക്യൂരിയയിലെ അംഗങ്ങൾ പ്രവർത്തിച്ചിട്ടുള്ളത്. മറിച്ച് വിമതപക്ഷത്തുള്ള വ്യക്തികൾ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററെ കാലും മുട്ടും തല്ലി ഓടിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ പക്കിനെ ചവിട്ടി എന്നും കേൾക്കുന്നു. ഞാൻ കണ്ടിട്ടില്ല, ദൃക്സാക്ഷിയല്ല, ഇതൊക്കെ കേൾക്കുന്ന കാര്യങ്ങൾ. എന്നാൽ അവിടെ നടന്ന കാര്യങ്ങൾ മാധ്യമങ്ങളോട് പുറത്തു വന്നിട്ടുണ്ട്. എന്തിനധികം രാജ്യത്തെ ക്രമസമാധാന നില സംരക്ഷിക്കാൻ വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ട നിയമപാലകരായ ആളുകൾക്ക് പോലും ഭീഷണിയുണ്ടായി, അവർക്കെതിരെ ആക്രമണമുണ്ടായി. ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ചവിട്ടി വാരിയലൊടിച്ച് അദ്ദേഹം ഇപ്പോൾ ചികിത്സയിലാണ്. ഇതാണോ ക്രിമിനൽ ആക്ടിവിറ്റീസ്, അതോ അവിടെ അതിക്രമിച്ച് കടന്നവരെ പുറത്താക്കുന്നതാണോ ക്രിമിനൽ ആക്ടിവിറ്റീസ്? ഇത് വ്യക്തമായും ഷിയാസ് ഒന്ന് ബോധ്യപ്പെടുത്തുന്നത് നല്ലതാണ്. ഒരു കാര്യം എടുത്തു പറയാതിരിക്കാൻ നിർവാഹമില്ല. വിമതപക്ഷത്തെ ധീര പടയാളികളിൽ ഒരു കൈക്കാരൻ, അവിടുത്തെ വിമത വൈകാരിക വിജൃംഭിതനായ വികാരിയുടെ പ്രത്യേക നിർദ്ദേശത്താൽ കൈക്കാരനായി മാറിയ ഒരു വ്യക്തിയും കുടുംബാംഗം പോണ്ടിച്ചേരിയിൽ നിന്ന് മദ്യമറക്കിയതൊക്കെ താങ്കൾ കണ്ടല്ലോ. ഇത്തരം കാര്യങ്ങളെ താങ്കൾ പിന്തുണയ്ക്കുന്നുണ്ടോ എന്ന് കൂടി ഒന്ന് അറിയിക്കുന്നത് വളരെ നന്നായിരിക്കും. താങ്കളുടെ പ്രസ്താവനയിലൂടെ ഇത്തരം രാഷ്ട്രവിരുദ്ധ ദേശവിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കുന്ന യഥാർത്ഥ ക്രിമിനലുകൾ, എറണാകുളത്തെ ക്യൂരിയയിലെ അവിടെ ക്രിമിനലുകളൊന്നുമില്ല, അവരൊരു ക്രിമിനൽ ആക്ടിവിറ്റീസിലും നടത്തിയതായി ഒരു തെളിവും ഒരു രേഖയുമില്ല. അവരെ ഏൽപ്പിച്ച ജോലി അവർ ചെയ്യുന്നു, അതവർ ചെയ്യും. പിന്നെ പോലീസുകാർ അച്ഛന്മാരെ തൂക്കിയെടുത്തു. എന്ത് കാര്യത്തിൽ നിങ്ങളവിടെ വന്ന്? നിങ്ങൾക്ക് അവിടെ വന്ന് കയറേണ്ട കാര്യമില്ല. നിങ്ങളുടെ രേഖാമൂലം കത്ത് കൊടുക്കുക, അല്ലെങ്കിൽ അപ്പോയിൻമെൻ്റ് എടുക്കുക. മതിൽ ചാടിയാണ് വിശ്വാസി വരുന്നത്. അപ്പോൾ മതിൽ ചാടി വരുന്നവൻ കള്ളനോ കവർച്ചക്കാരനോ അവർക്കെതിരെ നടപടി സ്വീകരിച്ചെങ്കിൽ അതിന് പോലീസിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവരവരുടെ നിലപാട് സ്വീകരിച്ചു. ഇറങ്ങിപ്പോകുന്നില്ലെങ്കിൽ തൂക്കിയെടുക്കും. തൂക്കിയെടുത്തോട്ട് വന്ന വന്യമയോധിയെ വളിയൻ കത്തനാര് പറഞ്ഞല്ലോ, എന്നെ ആരും ഉപദ്രവിച്ചൊന്നുമില്ല, തൂക്കിയെടുത്തോട്ട് പോകുന്നേ ഉള്ളൂ. അതൊക്കെ നമ്മൾ കണ്ടതല്ലേ. അതുകൊണ്ട് ധേനു വിരേചന പോലെ വായ പൊളിക്കുന്ന ഇവറ്റകളുടെ വാക്ക് കേട്ട് താങ്കൾ അതിന് കൂട്ടു നിൽക്കുന്നത് താങ്കളുടെ രാഷ്ട്രീയത്തിനും പ്രസ്ഥാനത്തിനും മോശമാണ്. ഇനി അൻവർ സാദത്തിന് മനസ്സിലാക്കാൻ പറ്റും. കഴിഞ്ഞ തവണ അൻവർ സാദത്തിനെ തോൽപ്പിക്കാൻ വേണ്ടി ഗ്രൂപ്പ് കളി കളിച്ച ഒരു വ്യക്തി അടക്കം ഈ വിമതപക്ഷത്തെ നേതൃത്വ നിരയിൽ ഉണ്ടെന്ന് താങ്കൾ മനസ്സിലാക്കും. അപ്പോൾ ഇതിൻ്റെ യാഥാർത്ഥ്യങ്ങളൊക്കെ അംഗീകരിക്കും. അവിടെ ഒരു പുരോഹിത വേഷധാരി, എനിക്ക് അദ്ദേഹത്തിൻ്റെ പേരറിയത്തില്ല, വലിയ പരിചയവുമില്ല, ആളൊരു കൊള്ളയാണ്.
അദ്ദേഹവും വേറൊരു വ്യക്തി കയ്യിൽ ഒരു ബാൻഡേജും ഒക്കെ ആയിട്ട് മീഡിയയുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നത് കണ്ടു. കൈയുടെ അടിവശത്തൊരു പലകയും ഒക്കെ വെച്ച് ഏതോ മഹിളാമണികൾ ലിസിയിൽ നോടി വന്ന് വെച്ച് കെട്ടിക്കൊടുത്ത ഒരു പ്ലാസ്റ്ററും ഒക്കെ ആയിട്ട് അങ്ങനെ നിൽക്കുന്നു ഫോട്ടോയിൽ കാണുന്നത്. അദ്ദേഹം അവിടെ സംസാരിക്കുന്നുണ്ട്, അവശനാണ്. പക്ഷേ അടുത്ത ദിവസം അദ്ദേഹം മാധ്യമങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ അദ്ദേഹത്തിന് ഈ കയ്യിൽ കെട്ടില്ല, പിന്നെ ലോവ കീറിയത്. പോലീസുകാരുടെ വാരിയിൽ ചവിട്ടി ഓടിക്കാനും ഒരു കാര്യവുമില്ലാതെ കയ്യിൽ പ്ലാസ്റ്റർ വെച്ച് കെട്ടാനും ഒക്കെ കഴിയുന്ന ഒരാൾക്ക് ഒരു ലോവ കീറിക്കളയാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പോലീസുകാരും ലോവ കീറും എന്ന് ഞങ്ങൾ കരുതുന്നില്ല. ഏതാണ്ട് 3 ദിവസങ്ങൾ സംയമനത്തോടുകൂടി അവിടെ കാത്തിരുന്ന വ്യക്തിയെ ഏതോ ഒരു വിവരദോഷി വർഗീയ ഭാഷ്യം നടത്തുന്നത് ഷിയാസ് കേട്ടുകയാണ്. അതിനെ ഷിയാസ് അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ? അതായത് രാജ്യത്ത് ക്രമസമാധാന പാലനത്തിന് ഉത്തരവാദിത്തപ്പെട്ട ഒരു നീതി പാലകൻ ജാതിയും മതവും നോക്കിയിട്ടാണോ നടപടി എടുക്കേണ്ടത് എന്ന് ഷിയാസിന് അഭിപ്രായമുണ്ടോ? ഇന്ന് പിണറായി മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പ് മന്ത്രിയും ഒക്കെ ആണെങ്കിൽ ഒരുപക്ഷെ നാളെ നിങ്ങൾ ആരെങ്കിലും ആ പദവിയിലെത്തിയിരിക്കാം. അപ്പോഴും ഇതേ നിലപാട് തന്നെയല്ലേ പോലീസ് സ്വീകരിക്കേണ്ടത്? അതിനെക്കുറിച്ച് അങ്ങൊന്ന് വ്യക്തമാക്കുന്നത് നല്ലതാണ്. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, കഴിഞ്ഞ തൃക്കാക്കര തെരഞ്ഞെടുപ്പ് കാലത്ത് UDF-നെതിരായി ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയെ ഉണ്ടാക്കിയത് വിശ്വാസികളോ വിശ്വാസ സമൂഹവുമായി ബന്ധപ്പെട്ടവരല്ല. ലിസി ഹോസ്പിറ്റലിലെ ഡയറക്ടർ എട്ടുംപൊട്ടും തിരിയാത്ത എന്ന് തന്നെ രാഷ്ട്രീയത്തിലെ കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ തൊഴിൽ അദ്ദേഹം നൈപുണ്യം സിദ്ധിച്ചൊരു വ്യക്തിയാണ്. ഭാരത രാഷ്ട്രീയ കാര്യങ്ങളുമായി പുലബന്ധമുണ്ട് എന്ന് പോലും പറയാൻ പറ്റാത്ത ഒരു നല്ല ഡോക്ടർ. അദ്ദേഹത്തിൻ്റെ ജനത്തിൻ്റെ മുമ്പിൽ, വാർത്താ മാധ്യമങ്ങളുടെ മുമ്പിൽ പത്രസമ്മേളനം നടത്തി അവതരിപ്പിച്ച നടപടിക്ക് നേതൃത്വം കൊടുത്തത് വിമതപക്ഷത്തെ ധീരനായ, ഒരുപക്ഷെ അതിനൊക്കെ പണം മുടക്കുന്ന ഒരു വ്യക്തിയാണ് ആയിരുന്നു. അത് കണ്ടതാണ്. ഏതായാലും അത് ജനങ്ങൾക്ക് മനസ്സിലായി, ദയനീയമായി തോൽപ്പിക്കുകയും ചെയ്തു. അങ്ങനെയുള്ള ആളുകളെ നിങ്ങൾ പിന്തുണയ്ക്കുമ്പോൾ നിങ്ങൾക്കൊരു കാലത്ത് വോട്ട് ചെയ്തിരുന്നവരുടെ പോലും ചിന്താഗതി മാറ്റം ഉണ്ടാക്കാം. ഞങ്ങളൊക്കെ വേണമെങ്കിൽ ഞങ്ങളുടെ പോലെ അൻവർ സാദത്ത് ഉണ്ടാകുമല്ലോ, അദ്ദേഹത്തോട് ചോദിച്ചു നോക്കണം ഞങ്ങളുടെയൊക്കെ നിലപാടെന്താണ്. പക്ഷെ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ഇടപെടുന്നത് വളരെ മോശമാണ്. ഒരുപക്ഷെ കളമശ്ശേരിയിൽ അങ്ങ് മത്സരിക്കുമെന്ന് കേൾക്കുന്നു. ഒരു തവണ കൂടി രാജീവിനെ ജയിപ്പിക്കാൻ അങ്ങ് തയ്യാറാകുന്നെങ്കിൽ നല്ല കാര്യമെന്ന് തന്നെ ഞാൻ പറയും. കാരണം ഇത്തരം വീക്ഷണത്തിലുള്ള ഒരാൾ ജയിച്ചിട്ടെന്താ കാര്യം? അതുകൊണ്ട് ഞങ്ങൾ വിശ്വാസികൾ ഇനിയും എങ്ങനെ ആർക്ക് എപ്പോൾ വോട്ട് ചെയ്യണമെന്ന് ചിന്തിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ നടന്നു പോകുന്നത്. അവിടെ ഷിയാസ്, നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന പണ്ട് ഒരു നാടകമുണ്ടായി, അതുപോലെ ഞങ്ങളെയൊക്കെ പിടിച്ച് വെറും സംഘികളാക്കി മാറ്റരുത് എന്നൊരു അഭ്യർത്ഥന താങ്കളുടെ മുമ്പിൽ വയ്ക്കുവാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുന്നു. നന്ദി, നമസ്കാരം.